ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ലൈഫ്. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഞങ്ങളും സുഖമായി ഇരിക്കുന്നു. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അൽ ഖർജിലേക്ക്. റിയാദിൽ നിന്ന് 1.5 മണിക്കൂർ യാത്ര ഉണ്ട്, 120 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം അൽ ഖർജിൻ്റെ മെയിൻ വാട്ടർ ടാങ്കായി ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റൗണ്ട് അബൌട്ട് തൊട്ട് അൽ ഖർജ് നമുക്ക് എൻട്രായി. ഇവിടെ 2 ഫാമിലി നമുക്ക് വെയിറ്റിംഗ് ആണ്. ഒരു ഫാമിലി ഇറങ്ങത്തേ ഉള്ളൂ, വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഇവിടുന്ന് ഫുഡും വാങ്ങിച്ചിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്നിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ ഫുഡ് വാങ്ങിച്ചത് 2 മീൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. പൊതിച്ചോറ് കഴിക്കാനൊരു കൊതി, അങ്ങനെ പൊതിച്ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നു, ഞങ്ങളും കഴിക്കുന്നു. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ദിലം ഡിസ്ട്രിക്റ്റിൽ, അതായത് നമ്മളവിടെ ആണല്ലോ പോകുന്നത്. അപ്പം ദിലം ഡിസ്ട്രിക്റ്റിൽ നമ്മൾ പോയത് സത്യത്തിൽ സൺഫ്ലവർ കാണാനായിരുന്നു. പക്ഷെ പണി പാളി. അവിടെ ചെന്നപ്പം സൺഫ്ലവർ ഫാം അത് അവർ തുറക്കുന്നില്ല ഇപ്പം. കാരണം ഇപ്പോൾ ഇവിടെ കൊറോണ സിറ്റുവേഷൻ ഇച്ചിരി കൂടിയുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഗ്യാതറിങ് കൂടുതലാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതോറിറ്റീസ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ബാൻ ചെയ്തു. ഇഫ് ഓപ്പൺ ആണെങ്കിൽ പോലും അതിനകത്ത് അതിൻ്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ നമുക്ക് ഫോളോ ചെയ്യണം. അപ്പം ഇവിടെ അവർ തുറക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടുന്ന് തിരിച്ചു പോയി. പിന്നെ എന്താ കാണിക്കാൻ വേണ്ടി പുറത്ത് ഇത്രയും സൺഫ്ലവർ ഉണ്ടായിരുന്നു, അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ കുറച്ച് ഡേറ്റ്സ് ഫാം കണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ട് കുറേ ക്യാമലിൻ്റെ ഫാമും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് അവിടെ കയറിയതാണ് ക്യാമൽ ഫാം കാണാൻ. കാരണം കുറേ ക്യാമൽ ഫാംസ് അവിടെ, അതായത് കുറേ ക്യാമൽസ് അവിടെ ഉണ്ടായിരുന്നു ആ ഫാമിൽ, വലുതും ചെറുതും ഒക്കെ. ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് അവിടെ നിന്നു. അപ്പോൾ ഈ സമയത്ത് അവിടുത്തെ ആ ഫാമിൻ്റെ ഓണർ വന്നു. ആ ഓണർ വന്നപ്പോൾ ഈ ഒട്ടകങ്ങൾ കാണിച്ച സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിശയിച്ചു പോയി. അപ്പം ഒട്ടകങ്ങൾ വന്നു, അവർ തുറന്നു വിടുന്ന സമയമായിരുന്നു. അപ്പം ഇതൊക്കെ ഈ സൈഡിൽ നിൽക്കുന്നതൊക്കെ വലിയ ഒട്ടകം, അപ്പുറത്തെ സൈഡിൽ കുട്ടി ഒട്ടകങ്ങളും ഉണ്ട്. അപ്പം ഇവരൊക്കെ തുറന്നു വിടുന്ന സമയമായപ്പോഴാണ് പുള്ളിക്കാരൻ വന്നത്. ഇവരൊക്കെ തുറന്നു വിട്ടിട്ടോ ഞങ്ങളൊക്കെ പേടിച്ച് ഓടി ഞങ്ങൾ കാറിനകത്ത് കയറി. ഞാൻ കാറിനകത്തിരുന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾ സൺഫ്ലവർ ഫാം കാണാനും പിന്നെ ഫിഷ് ഫാമുണ്ട്, അത് കാണാനും കൂടിയായിരുന്നു. അപ്പോൾ സൺഫ്ലവർ ഫാമിൻ്റെ പണി പാളി. അതുകൊണ്ട് ഇനി ഞങ്ങൾ നേരെ വിട്ടത് പിന്നെ ഫിഷ് ഫാമിലേക്കാണ്. അവിടെയും തുറക്കുമോ അതോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പുമില്ല. എന്നാലും ഞങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചു. അവിടെ ചെന്നപ്പോൾ ആദ്യം ഷട്ടർ ഉണ്ടായിരുന്നു. ഷട്ടർ വീണെടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഇതും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരു വണ്ടി പുറത്ത് വിടുമ്പോൾ അവർ ഒരു വണ്ടിയെ അകത്ത് കയറ്റും, അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി പോയപ്പോൾ ഞങ്ങളെ അവർ അകത്ത് കയറ്റി.
അപ്പം അവിടെ ചെന്നപ്പം ഫിഷ് അതായത് വലിയ ഒരു ഫിഷ് കൾട്ടിവേഷൻ തന്നെ അവിടെ ഫുള്ളുള്ളത്. എൻ്റെ സൈഡിൽ നിങ്ങൾ കാണുന്ന അവർ ആ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നത്, അതായത് സ്മെല്ല് ഒരുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യും. അവിടെ ഒരുപാട് പണിക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇത് ക്ലീൻ ചെയ്യുന്ന സംഭവം, ടാങ്ക് ഖാലിയാക്കി അതവർ ക്ലീൻ ചെയ്യും. അപ്പോൾ ആയിലൊക്കെ മാറ്റി അതിൻ്റേതായ രീതിയിൽ അവർ ക്ലീൻ ചെയ്യുന്നു. ഈ ഫാമിൽ കൂടുതലും വേറെ മീനൊന്നും കണ്ടില്ല. തിലാപ്പിയ എന്ന് പറയുന്നൊരു മീനാണ്. പക്ഷേ അത് മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ വേറെ മീനായിട്ടൊന്നും കണ്ടില്ല. തിലാപ്പിയ മീനുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മുരിങ്ങ മരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ, അതായത് പ്ലാന്റ്സ് ആയിട്ട് മുരിങ്ങ മരം, പിന്നെ ബോഗൻ വില്ല, അങ്ങനെയൊക്കെ കുറേ ഗ്രീനറി ഏരിയയും ഉണ്ട് അവിടെ. ഇതിപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത് മീൻ വിൽക്കുന്ന ഏരിയയിലേക്കാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് മീനൊക്കെ വാങ്ങി, നല്ല പിടയ്ക്കുന്ന മീൻ. ഈ ഏരിയ എന്ന് പറയുന്നത് അവർ ഫിഷിനെല്ലാം ഇവിടുന്ന് കളക്ട് ചെയ്ത് പിന്നെ വിൽക്കുന്ന ഏരിയയിലോട്ട് അവരിത് ബൈഫർക്കേറ്റ് ചെയ്യും, അതായത് വലിയ മീനും ചെറിയ മീനുമായിട്ട്. ഇത് വളർത്തുന്ന ഈ ടാങ്ക് വലുതാണ്. ഈ ടാങ്ക് കാണുന്ന വലിയ ടാങ്ക് ഇവിടെ വളർത്തുന്നതാണ് മീനിനെ. മറ്റേ അപ്പുറം നേരത്തെ കാണിച്ച ടാങ്ക് കുട്ടി കുട്ടി ടാങ്കായിരുന്നു, അതായത് വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്ന മീനുകൾ കുട്ടി കുട്ടി ടാങ്കിലേക്ക് മാറ്റും. അവിടെ വെറും മീൻ ഫാം മാത്രമല്ല, ഇങ്ങനെ ആടുകളുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കുറേ കോഴികളുണ്ടായിരുന്നു. ആടുകൾ ഇത് ഉണ്ടായിരുന്നു, പിന്നെ ഈ കോഴികളുണ്ടായിരുന്നു, പിന്നെ നാടൻ മുട്ട ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും. പിന്നെ പിള്ളേർക്ക് കളിക്കാനും ലേഡീസൊക്കെ ഇരിക്കാനും ഫാമിലിയോട് വന്നൊക്കെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ ഒരു ഗ്രാസ് ഏരിയ ഉണ്ടായിരുന്നു. ഇതും ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. അങ്ങനെ നല്ലൊരു ഏരിയ ആയിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഏതായാലും മീനൊക്കെ വാങ്ങിച്ചല്ലോ, അപ്പോൾ ബാർബിക്യൂടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോരാക്കുറവുകളൊക്കെ ഞങ്ങൾ പിന്നെ അടുത്തുള്ള പോകുന്ന വഴിക്കുള്ള സൂപ്പർ മാർക്കറ്റിനൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു പാർക്കിൽ പോയി. നല്ല വലിയ വിശാലമായ ഒരു പാർക്കായിരുന്നു അത്.
ഇതാണ് പാർക്കിൻ്റെ ഓവറോൾ വ്യൂ. ഈ പാർക്ക് ഇത്ര മാത്രമല്ല, ഇനിയും ഉണ്ട് ഒരുപാട്. അങ്ങോട്ട് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്കുണ്ട്. പാർക്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. വാഷ്റൂംസും പിന്നെ പിള്ളേർക്ക് കളിക്കുന്ന ഊഞ്ഞാലും സ്ലൈഡും അങ്ങനത്തെ പല പല ഏരിയയിൽ ആ ഊഞ്ഞാലും സ്ലൈഡും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് മാത്രമല്ല. അതുകൊണ്ട് ഭയങ്കര തിക്കും തിരക്കും ഇല്ലായിരുന്നു കുട്ടികളുടെ പ്ലേ ഏരിയയിൽ. ഇതാ ഈ കാണുന്ന ഏരിയ റോഡിൻ്റെ അപ്പുറം അതും ഫുൾ ഈ പാർക്കിൻ്റെ ഒരു ഭാഗം തന്നെ. അതായത് കണ്ടിന്യൂവേഷൻ തന്നെ. നമ്മൾ പാർക്കിൽ നിന്ന് നടന്നു പോയി കഴിഞ്ഞാൽ റോഡ് ക്രോസ് ആക്കണം, എന്നിട്ട് വീണ്ടും അതേ പാർക്കിൽ തന്നെ നമ്മൾ ചെന്നെത്തും. അത്ര വലിയ പാർക്കായിരുന്നു. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട്, അതായത് ബാർബിക്യൂ, പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സ്പേസ് കണ്ടെത്തി. എന്നിട്ട് അവിടെ ഞങ്ങൾ കാർപ്പറ്റൊക്കെ വിരിച്ച് അവിടെ ഇരുന്നു. എന്നിട്ട് അവിടെ ആണുങ്ങളൊക്കെ ചായ ഒക്കെ ഇട്ടു. എന്നിട്ട് ഞങ്ങളൊക്കെ സ്നാക്സ് എടുത്ത് വെക്കേണ്ട താമസം, സ്നാക്സ് അതിനു മുമ്പേ തീർന്നു. പിന്നെ സുഫാനയുടെ സ്പെഷ്യൽ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെ ഒരേപോലത്തെ ഫേവറേറ്റാണ് ഈ സാൻഡ്വിച്ച്. സുഫാന ഇവിടെ വന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ബ്രെഡിനകത്ത് ആക്കി തന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ എല്ലാവരുടെ ഫേവറേറ്റ് സാൻഡ്വിച്ചാണ്. അപ്പോൾ അതുണ്ടായിരുന്നു സ്പെഷ്യൽ. പിന്നെ കൊണ്ടുവന്ന മീനൊക്കെ ജാബിറൊക്കെ വൃത്തിയാക്കി. അവിടെ സൈഡിൽ കൂടി കുറച്ച് പേരൊക്കെ മസാല ഇടുന്നുണ്ട്. ഓൾറെഡി നല്ല വൃത്തിയായി തന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ക്ലീൻ ആക്കിയായിരുന്നു മീൻ. ഫാമിൻ്റെ അവിടെ നിന്ന് തന്നെ അവർ 5 rupees എക്സ്ട്രാ എടുക്കും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ക്ലീനൊക്കെ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് വെറുതെ വന്ന് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് വരഞ്ഞ്, ഇതൊക്കെ ജാബിറൊക്കെ ആയിട്ടോ ചെയ്യുന്നത്. പിന്നെ ഇക്ക തന്നെ മസാല ഇട്ട്, അവിടെ ജിഹാദ് മസാല ഒക്കെ മിക്സിങ് ആയിരുന്നു. പിന്നെ മസാല ഒക്കെ ഇട്ടു. പിന്നെ അവിടെ ബാർബിക്യൂക്ക് വേണ്ടിയുള്ള തീ ഇട്ടു കനലാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചേട്ടൻ അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്രയും നേരം അവിടെ മസാല പുരട്ടി വെച്ച് ഫിഷൊക്കെ മാരിനേഷനൊക്കെ റെസ്റ്റിംഗ് ടൈമൊക്കെ ആയി അതിന്. മീനൊക്കെ ഗ്രില്ല് കയറി. മീനും വെച്ച് കുറച്ച് വെജിറ്റബിളും വെച്ച്, അതായത് ക്യാപ്സിക്കം, ഓനിയൻ, ടൊമാറ്റോ അതും കൂടി ഗ്രില്ലിൽ വെച്ചു. അങ്ങനെ ഒരു സെറ്റ് റെഡി ആയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ പെണ്ണുങ്ങളും കൊച്ചുങ്ങളും ആദ്യം കഴിച്ചു. പിന്നെ രണ്ടാമത്തെ സെറ്റും പെട്ടെന്ന് തന്നെ റെഡിയായി. അപ്പോൾ കൂടെ തന്നെ ആണുങ്ങളും ഒക്കെ ഇരുന്നു. അപ്പം
ബാർബിക്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചൂടോടെ തന്നെ കഴിക്കണം. ചൂടോടെ കഴിച്ചാൽ മാത്രമേ എന്നാ രുചി നമുക്കറിയാൻ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ അത്രയും ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് എല്ലാവരും ചൂടോടെ തന്നെ ഫിഷ് ബാർബിക്യൂ കഴിച്ചു. സത്യത്തിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. റിയാദിലായാലും ശരി, ഖർജിലായാലും ശരി. റിയാദിലായിരുന്നെങ്കിൽ തലേന്ന് തൊട്ട് നല്ല മഴ ഇടിമിന്നലുമായിരുന്നു. ഖർജിൽ അത്രയും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തണുപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. റിയാദിൽ എത്തിയപ്പം മഴ അപ്പോഴും പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ്സിൽ അറിയിക്കണം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു, സീ യു സൂൺ.